വസല്ലം ഒരഅറാബി വന്നുകൊണ്ട് പറയുന്നു, അങ്ങ് വാക്ക് പാലിക്കില്ലേ എന്ന്. ആ ചോദ്യം അവിടുത്തെ വിഷമിപ്പിച്ചു. സംസ്കാരമില്ലാത്ത ഒരു മനുഷ്യന്റെ ചോദ്യമാണ്. കൂടെയുള്ള ആളുകൾക്കും അതിൽ വേദന തോന്നി. പക്ഷേ ക്ഷമയോടെ അവിടുന്ന് തിരിച്ചു പറഞ്ഞു, എന്റെ ശുഭവൃത്താന്തം സ്വീകരിച്ചാലും, എന്റെ നല്ല വാർത്ത സ്വീകരിച്ചാലും, എന്റെ സുവിശേഷം സ്വീകരിച്ചാലും, ഈ സഹോദരൻ വീണ്ടും പറഞ്ഞു, ശുഭവൃത്താന്തം കുറെ നൽകിയതല്ലേ, അപമര്യാദയോടെ പെരുമാറിയ മനുഷ്യന്റെ മുമ്പിൽ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുണ്ടായിരുന്ന സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിന് എന്റെ ശുഭവൃത്താന്തം ആവശ്യമില്ല, നിങ്ങളെങ്കിലും എന്റെ ശുഭവൃത്താന്തം സ്വീകരിച്ചാലുമെന്ന്. ഉടൻ തന്നെ പുണ്യനബി അവിടെ ഉണ്ടായിരുന്ന വെള്ളം കൊണ്ട് തന്റെ മുഖം കഴുകി. തന്റെ മുഖം കഴുകിയ വെള്ളം കൊടുത്തുകൊണ്ട് അവരോട് പറയുന്നു, നിങ്ങളും ഈ വെള്ളം കൊണ്ട് മുഖം കഴുകിയാലും. നബിയുടെ ഒരു പത്നി ഈ സംഭവം ശ്രദ്ധിച്ചുകൊണ്ട് വീട്ടിനകത്തിരിപ്പാണ്. വാതിൽ പാളിയിലൂടെ അവിടുന്ന് പറഞ്ഞു, ആ പത്നി പറഞ്ഞു, നിങ്ങളുടെ മാതാവിന് വേണ്ടിയും അല്പം വെള്ളം കരുതി വെച്ചാലും. പുണ്യനബിയുടെ മുഖം കഴുകിയ വെള്ളം കൊണ്ട് അവരൊക്കെ വെള്ളം കഴുകിയെന്ന് സഹീഹ് ബുഖാരി മുസ്ലിം. ബുഖാരി എന്ന് പറഞ്ഞാൽ ഖുർആന് ശേഷം ഏറ്റവും വിശ്വസ്തമായ ഗ്രന്ഥം, ഏറ്റവും സത്യസന്ധമായ ഗ്രന്ഥം.